അവളുടെ കഥ തുടങ്ങുന്നത് പച്ചപ്പുള്ള ക്രിക്കറ്റ് മൈതാനങ്ങളിലോ തിളങ്ങുന്ന സ്റ്റേഡിയങ്ങളിലോ അല്ല, മറിച്ച് പുനെ നഗരത്തിലെ ഒരു അനാഥാലയത്തിന് പുറത്തെ ഇരുണ്ട ചവറ്റുകുട്ടയിലാണ്. ജീവിതം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകാനില്ലാത്ത ഒരവസ്ഥയിൽ നവജാത ശിശുവായി ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞിനെ ശ്രീവാസ്തവ ഓർഫനേജിലെ ജീവനക്കാർ വാരിയെടുത്തു. അവർ അവൾക്ക് ലൈല എന്ന പേര് നൽകി. പ്രതീക്ഷയേറ്റ ആ തുടക്കം ലോകം കണ്ട ഏറ്റവും മികച്ച വനിതാ ക്രിക്കറ്റ് ഓൾറൗണ്ടർമാരിൽ ഒരാളുടെ ജനനത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് ആരും അന്ന് കരുതിയില്ല. അമേരിക്കൻ ദമ്പതികളായ ഹാരൻ, സൂ എന്നിവർ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. 3 മാസം മാത്രം പ്രായമുള്ള ലൈലയുടെ തിളങ്ങുന്ന തവിട്ട് നിറമുള്ള കണ്ണുകളും നിഷ്കളങ്കമായ പുഞ്ചിരിയും സൂവിന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. ഒരു നിമിഷം കൊണ്ട് അവരുടെ എല്ലാ പദ്ധതികളും വഴിമാറി. ആൺകുട്ടിയെ ദത്തെടുക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് അവർ ലൈലയെ സ്വന്തമാക്കി. പുതിയ വീട്ടിൽ അവർ ലിസ എന്ന പേര് സ്വീകരിച്ചു. പിന്നീട് ലിസ സ്ഥലേക്കർ എന്ന പേരിൽ ലോകം അറിയുന്ന താരമായി മാറി. ദത്തെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ലിസയുടെ ജീവിതം നാടകീയമായ വഴിത്തിരിവുകളിലൂടെ കടന്നുപോയി. ആദ്യം അമേരിക്കയിലേക്കും പിന്നീട് അച്ഛന്റെ ജോലിയുടെ ഭാഗമായി ഓസ്ട്രേലിയയിലെ സിഡ്നി നഗരത്തിലേക്കും അവർ താമസം മാറി. ഈ യാത്ര കേവലം ഭൂമിശാസ്ത്രപരമായ മാറ്റമായിരുന്നില്ല, മറിച്ച് ഒരു ലോകോത്തര കായിക താരത്തിന്റെ ഉദയത്തിനുള്ള കളമൊരുക്കലായിരുന്നു. ലിസയുടെ ഭാവി നിർണയിക്കപ്പെട്ടത് സിഡ്നിയിലെ ഒരു പ്രാദേശിക പാർക്കിൽ വെച്ചായിരുന്നു. അവളുടെ അച്ഛൻ ഹാരനാണ് ലിസയെ ആദ്യമായി ക്രിക്കറ്റിന് പരിചയപ്പെടുത്തുന്നത്. ബാറ്റും പന്തും കയ്യിലെടുത്ത ലിസ വളരെ അനായാസമാണ് പന്ത് തട്ടാൻ തുടങ്ങിയത്. ആൺകുട്ടികൾക്കൊപ്പം കളിച്ചുകൊണ്ട് അവൾ തന്റെ കഴിവുകൾക്ക് മൂർച്ച കൂട്ടി. ലിസ കേവലം നന്നായി കളിക്കുക മാത്രമല്ല ചെയ്തത്, അവൾ ഒരു പ്രതിഭയുടെ മിന്നലാട്ടം തന്നെയായിരുന്നു. ബാറ്റിംഗിലും പന്തിലും ഒരേപോലെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ച അവൾ ഗ്രൗണ്ടിൽ വേറിട്ട് നിന്നു. എങ്കിലും ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിനിടയിലും ലിസ തന്റെ പഠനം അവഗണിക്കാൻ തയ്യാറായില്ല. കായിക ജീവിതവും അക്കാഡമിക് മികവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ അവൾ തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി. പ്രതിഭയും കഠിനാധ്വാനവും കൈകോർത്തപ്പോൾ ലിസയുടെ കായിക സ്വപ്നങ്ങൾ പൂവണിയാൻ അധികനാൾ വേണ്ടി വന്നില്ല. 1997 അവൾക്ക് ന്യൂ സൗത്ത് വെയിൽസിനായി അരങ്ങേറ്റം കുറിക്കാൻ സാധിച്ചു. ഇത് ആഭ്യന്തര ക്രിക്കറ്റിലെ ശക്തമായ ഒരു ചുവടുവെപ്പായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനം വെറും 4 വർഷത്തിനുള്ളിൽ ലിസയ്ക്ക് ദേശീയ ടീമിലേക്കുള്ള വാതിൽ തുറന്നു. 2001 ലിസ തന്റെ ആദ്യ ഏകദിന മത്സരത്തിൽ ഓസ്ട്രേലിയയെ പ്രതിനിധീകരിച്ചു. പിന്നീട് അങ്ങോട്ട് ഓൾറൗണ്ട് മികവിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു ലിസയുടെ കരിയർ. ബൗളിംഗിലും ബാറ്റിംഗിലും ഒരുപോലെ ടീമിന് കരുത്തുപകരാൻ അവർക്ക് കഴിഞ്ഞു. ലിസയുടെ ക്രിക്കറ്റ് കണക്കുകൾ തന്നെ അവളുടെ അതുല്യമായ കഴിവിന്റെ തെളിവാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 8 മത്സരങ്ങളിൽ നിന്ന് 416 റൺസും 23 വിക്കറ്റും, ഏകദിനങ്ങളിൽ 125 മത്സരങ്ങളിൽ നിന്ന് 2728 റൺസും 146 വിക്കറ്റും, T20യിൽ 54 മത്സരങ്ങളിൽ നിന്ന് 769 റൺസും 60 വിക്കറ്റും. ഏതൊരു കായിക താരത്തിനും സ്വപ്നം കാണാൻ കഴിയുന്ന സ്ഥിരതയും പ്രകടനവുമാണ് ലിസ കാഴ്ചവെച്ചത്. വനിതാ ക്രിക്കറ്റ് ലോകത്ത് ലിസ സ്വന്തമാക്കിയ നേട്ടങ്ങൾ ചരിത്രപരമായിരുന്നു. ഏകദിന ക്രിക്കറ്റിൽ 10,000 റൺസും 100 വിക്കറ്റും നേടുന്ന ചരിത്രത്തിലെ ആദ്യ വനിതാ ക്രിക്കറ്റ് താരമായി അവർ മാറി. ഈ നേട്ടം അവരുടെ ഓൾറൗണ്ട് മികവിന്റെ ഔദ്യോഗികമായ അംഗീകാരമായിരുന്നു. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഔദ്യോഗിക റാങ്കിംഗ് അവതരിപ്പിച്ചപ്പോൾ ലോകത്തിലെ 1-ാം നമ്പർ ഓൾറൗണ്ട് പദവിയിലേക്ക് ലിസയെ തിരഞ്ഞെടുത്തു. ഈ റാങ്കിംഗ് ലോക ക്രിക്കറ്റിൽ ലിസയുടെ ആധിപത്യത്തെയും സ്ഥിരതയാർന്ന പ്രകടനത്തെയും അടിവരയിടുന്നതായിരുന്നു. ലിസയുടെ കരിയറിലെ കിരീട നേട്ടം 2013 സംഭവിച്ചത്. ആ വർഷം വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയയെ വിജയത്തിലേക്ക് നയിക്കാൻ ലിസയ്ക്ക് കഴിഞ്ഞു. ക്യാപ്റ്റൻ എന്ന നിലയിലും ഓൾറൗണ്ടർ എന്ന നിലയിലും ടീമിന് വേണ്ടി അവർ നടത്തിയ പ്രകടനം അവിസ്മരണീയമായിരുന്നു. ഒരു കായിക താരത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം. എന്നാൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഈ ലോകകപ്പ് വിജയത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ അവർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഉന്നതിയിൽ നിൽക്കുമ്പോൾ കളി മതിയാക്കാനുള്ള അവരുടെ തീരുമാനം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ അത്ഭുതപ്പെടുത്തി. വിരമിച്ചതിന് ശേഷവും ലിസയുടെ കായിക ജീവിതത്തിലെ സംഭാവനകൾ വിലമതിക്കപ്പെട്ടു. ക്രിക്കറ്റ് ലോകത്തെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ ICC ഹോൾ ഓഫ് ഫെയിം ബഹുമതി നേടിയതോടെ ലിസ സ്ഥലേക്കർ ക്രിക്കറ്റ് ലോകത്ത് ഒരു ഇതിഹാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. പുനെയിലെ ഒരു അനാഥാലയത്തിന് പുറത്ത് ഉപേക്ഷിക്കപ്പെട്ട ലൈല സിഡ്നിയിലെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ മിന്നിയ ലിസയായി പരിണമിച്ചത് മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയുടെ നേർസാക്ഷ്യമാണ്. ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിന് ലോകം കണ്ട ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാളായി മാറാൻ കഴിഞ്ഞെങ്കിൽ അത് പ്രതീക്ഷയുടെയും അവസരത്തിന്റെയും വലിയ സന്ദേശമാണ് നൽകുന്നത്. ഇന്ന് ക്രിക്കറ്റ് കമന്റേറ്റർ എന്ന നിലയിലും മറ്റ് ഔദ്യോഗിക റോളുകളിലും ലിസ സ്ഥലേക്കർ സജീവമാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്കും പ്രചാരണത്തിനും വേണ്ടി അവർ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. കളിക്കളത്തിലെ അവരുടെ പാരമ്പര്യം വരും തലമുറയിലെ കായിക താരങ്ങൾക്ക് എന്നും പ്രചോദനമായി നിലനിൽക്കും. ലിസയുടെ ജീവിതകഥ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായ ഇന്ത്യൻ അനാഥ എന്ന തലക്കെട്ടിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായി. ഇത് അവരുടെ കായിക നേട്ടങ്ങൾക്കപ്പുറം മനുഷ്യന്റെ അതിജീവനത്തിന്റെയും ദത്തെടുക്കലിന്റെയും പ്രാധാന്യത്തിന്റെയും സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്.
അനാഥാലയത്തിലെ ജീവനക്കാർ നൽകിയ ലൈല എന്ന പേര് ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ ഹാരണിന്റെയും സുവിന്റെയും സ്നേഹത്തിലൂടെ ലിസിയായി പൂവണിഞ്ഞു. ഓൾറൗണ്ട് പ്രകടനത്തിന്റെ മാതൃകയും വനിതാ ക്രിക്കറ്റിന്റെ മുഖമുദ്രയായി മാറിയ ലിസ സ്ഥലേക്കർ ഭൂതകാലത്തിലെ ഇരുട്ടിനെ മറികടന്ന് ഉജ്ജ്വലമായ ഭാവിയിലേക്ക് നടന്നു കയറിയ ധീര വനിതയാണ്. അവരുടെ കഥ ഒരു വിസ്മയമായി എന്നും നിലനിൽക്കും.